എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ വാളയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ദീർഘനാളത്തെ ആട് വളർത്തി പ്രവൃത്തി പരിചയമുള്ള അനുഭവ സമ്പത്ത് ആർജിച്ച രണ്ട് കർഷകരെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അനീഷും ഷമീമും എൻ്റെ നല്ല രണ്ട് സുഹൃത്തുക്കൾ കൂടിയാണ് അവർ. അപ്പോൾ ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ആട് വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് അറിവുകൾ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. മികച്ച ഇനം ബ്രീഡുകളുള്ള ഒരു ഫാമും കൂടിയാണ് ഈ സ്റ്റെഫിൻ ഫാം. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ വീഡിയോയിലേക്ക്. നമസ്കാരം, എൻ്റെ പേര് ഷമീം. എൻ്റെ സ്ഥലം പാലക്കാട് ജില്ല മുതലമട. നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് വാളയാറിലാണ്. സ്റ്റെപ്പിൻ ഇൻ്റഗ്രേറ്റഡ് ഫാം എന്നാണ് നമ്മുടെ ഫാമിൻ്റെ പേര്. ഇത് നമ്മുടെ സുഹൃത്താണ്. നമസ്കാരം, എൻ്റെ പേര് അനീഷ് എന്നാണ്. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ് സ്വദേശം. ഏകദേശം 15 വർഷത്തോളമായി ആട് വളർത്തൽ മേഖലയിലുണ്ട്. നല്ല ആടുകളെ വളർത്തണം, നല്ല ആടുകളെ കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങളൊരു 4 സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. സ്റ്റെപ്പിൻ ഇൻ്റഗ്രേറ്റഡ് ഫാം എന്നാണ് ഫാമിൻ്റെ പേര്. വാളയാർ ചന്ദ്രാപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അനീഷ് ഭായി, എത്ര വർഷമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വാളയാർ? ഇത് സ്റ്റെപ്പിൻ ഇൻ്റഗ്രേറ്റഡ് ഫാം തുടങ്ങിയിട്ട് ഏകദേശം 2012 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഈ ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതിൽ നിന്നും മാറ്റി സ്വന്തം പ്രോപ്പർട്ടിയിലേക്ക് ചെയ്യാമെന്നൊരു ആഗ്രഹത്തോടു കൂടി 2018 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2018 മുതൽ ഇവിടെ ഫാം നിലവിലുണ്ട്. അനീഷ് ഭായി, നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? അജീബ് ഭായി, ഞാനിപ്പോൾ ഏകദേശം ഒരു 15 വർഷത്തോളമായി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആട് വളർത്തൽ മേഖലയിലുണ്ട്. പല സംസ്ഥാനങ്ങളിലും പോയി അവിടുത്തെ കർഷകരായിട്ടും അവിടുത്തെ ആടുകളെ കണ്ടും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോഴും ആടിനെ പറ്റിയിട്ടുള്ള പഠനത്തിലും റിസർച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും പോകുന്നിരിക്കുന്ന ഒരു ക്രൈസാണിത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മുടെ കേരളത്തിലും അതേ ലെവലിലുള്ള നല്ല ആടുകളെ കൊണ്ടുവരിക, അതിവിടെ നമുക്ക് പാറ്റേൺ സ്റ്റോക്കിലാക്കുക, അതിൽ നിന്ന് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ തന്നെ ആടുകളെ കൊണ്ടുവന്ന് ക്വാറന്റൈൻ കഴിഞ്ഞ് നല്ല രീതിയിലേക്ക് കർഷകരിലേക്ക് എത്തിക്കുക ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ നമ്മൾ ആ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല എൻക്വയറീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ക്വാളിറ്റി ആടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാനായിട്ട് വല്ല പ്രയാസമില്ല. കർഷകർ ആവശ്യക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബൈബാക്കിൽ തിരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യക്കാരനുസരിച്ചിട്ട് കൊടുക്കുന്ന ആടുകൾ നമ്മൾ തിരിച്ചെടുക്കാറുണ്ട്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റി ആടുകളാണ്. നല്ല രീതിയിലുള്ള ആടുകളെ കൊണ്ടുവരിക, അത് കർഷകരിലേക്ക് എത്തിക്കുക, അതാണ് നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം. അനീഷ് ഭായി, പ്രധാനമായിട്ടും നമ്മൾ ഈ ഫാമിൽ നിന്ന് സെയിൽ ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണ്? 2 രീതിയിലാണ് നമുക്ക് ഫാമിൽ നിന്ന് സെയിലിംഗ് ഓപ്ഷൻ ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് പർച്ചേസ്, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം നമ്മൾക്ക് വരുന്ന എൻക്വയറീസ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാക്സിമം ഞങ്ങൾ നോക്കുന്നത് ഞങ്ങളുടെ പാരൻറ്റ് ബ്രീഡിൽ നിന്നും കുട്ടികൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം പഞ്ചാബ്, രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് അത് നമ്മൾ അതിന് വാക്സിൻ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷം കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അത് കൂടുതലും നമ്മൾക്ക് ഓർഡറുകൾ വരുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ കൂടുതലും ഒരു ബീറ്റിലാണ് നമ്മുടെ കേരളത്തിൽ മാർക്കറ്റ് ലെവലിൽ നിൽക്കുന്നത്. 2016 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റിൽ എന്ന് പറഞ്ഞൊരു ബ്രീഡ് നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ സെയിലാവുന്നുണ്ട്. ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ അവർക്ക് കൂടുതലായിട്ടും ഇപ്പോൾ ട്രെൻഡ് അനുസരിച്ചിട്ട്, ഇപ്പോൾ മുമ്പ് കറുപ്പ് മാത്രമാണ് ബീറ്റിൽ എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബ് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും ഏതെല്ലാം ടൈപ്പ്, ഏതെല്ലാം കളർ വെറൈറ്റീസ് ആണുള്ളത്. ടൈപ്പല്ല, കളർ വെറൈറ്റീസാണ്. ഈ ഓരോ ഭൂപ്രകൃതിക്ക് അനുസരിച്ചും അവരുടെ ഇതനുസരിച്ചിട്ടും ആടുകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ അനുസരിച്ചിട്ടും അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള രീതിയിലും പാകിസ്ഥാനിൽ വെച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലും വ്യത്യാസങ്ങൾ ബീറ്റിൽ ആടുകളിൽ കാണാൻ പറ്റും. അതതിൻ്റെ ശാരീരിക പ്രകൃതി ആയാലും അതിൻ്റെ നോസ്, അതിൻ്റെ ഇയർ ലെങ്ത്ത്, കൊമ്പ്, അതിൻ്റെ കളർ പാറ്റേൺ എല്ലാം വ്യത്യാസമുണ്ട്. നമ്മളിവിടെ കൂടുതലും കറുപ്പിനാണ് ഡിമാൻഡെങ്കിൽ കൂടി ഇപ്പോൾ വെളുത്ത ബീറ്റിൽ ആടുകൾക്ക് അത്യാവശ്യം എൻക്വയറീസ് വരുന്നുണ്ട്, ആവശ്യക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. അത് നമ്മൾ അതുപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക, ഇത് അതിന് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് അത്തരം ആടുകൾ കൊണ്ടുവന്നതിന് ശേഷമാണ് വീണ്ടും ഈ ഒരു മാർക്കറ്റിലേക്ക് ഇത്രയും ഒരു ലെവലിലേക്ക് വരാൻ സാധിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ഒരു ബ്ലാക്ക് മാത്രമാണ് ബീറ്റിൽ എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരുന്നിട്ടുണ്ടായിരുന്നു. അത് എണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ മുൻപത്തെ അപേക്ഷിച്ചിട്ട് ഏകദേശം ഒരു 70% കറുത്ത ആടുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പല ഭാഗങ്ങളിലുള്ള കർഷകർ ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ ഒരു കോണ്ടാക്റ്റ് ഉള്ള പോലെ അന്ന് സാഹചര്യം ഇല്ല. എന്നിരുന്നാൽ കൂടി കർഷകർ തമ്മിലുള്ള ഒരു ഐക്യം കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവരുടെ പാരന്റ് സ്റ്റോക്കിലുള്ള ആടുകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന് അത് സ്പ്രെഡ് ചെയ്തിട്ട് അതേ ലെവലിലേക്ക് ഇന്നത്തെ ലെവലിലേക്ക് വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ കളറുള്ള ആടുകൾക്കായിരിക്കും ഡിമാൻഡ്. ഇപ്പോൾ രാജസ്ഥാൻ്റെ ബോർഡർ, പഞ്ചാബ് ബോർഡറായ ഹനുമാൻഗഡ്, അതുപോലെ തന്നെ ഗംഗാനഗർ പോലുള്ള സ്ഥലങ്ങളിൽ ഡബ്ബ കളർ ആടുകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. ലാൽ ഡബ്ബ അല്ലെങ്കിൽ കാല ഡബ്ബ പോലുള്ള ഡബ്ബ കളറുകൾക്കാണ് അവിടെ
ഡിമാൻഡ് കൂടുതലുള്ളത്. ചില സ്ഥലങ്ങളിൽ നാഗര കളറിനായിരിക്കും ഡിമാൻഡ് കൂടുതലുണ്ടാവുക. ചില ആളുകളുടെ പാരന്റ് സ്റ്റോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ നോക്കുമ്പോൾ ഷേര കളർ കാണാൻ പറ്റും. ഈ ഷേരയിൽ തന്നെ 4 കളർ വെറൈറ്റീസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ലാൽ ഷേര, കാലി ഷേര, ചിട്ട ഷേര, പിന്നെ വരുന്നത് ഷേര കബ്ര. അത് കളറിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ പേര് കൊടുക്കുന്നത്. അല്ലാതെ ഇതൊരു ചില ആളുകൾ പറയണേക്കാം ഡബ്ബ ബീറ്റൽ അല്ലെങ്കിൽ കാല ബീറ്റൽ എന്ന് പറഞ്ഞിട്ട്. ബീറ്റൽ ഒന്നേ ഉള്ളൂ. ഇതിൻ്റെ കളറിൻ്റെ അനുസരിച്ചിട്ടാണ് അതിന് പേര് വരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ മലബാറി ആട് വെളുത്ത കളറിലുണ്ട്, കറുത്ത കളറിൽ വരുന്നുണ്ട്, തവിട്ട് കളറിൽ വരുന്നുണ്ട്. അപ്പം മലബാറി എന്ന് നമ്മൾ പറയും, ആടിനെ പറയുമ്പോൾ അത് തവിട്ട് കളറാണ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ. അതേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ പേര് പറയുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കളർ പറയുന്നത് മാത്രം. പ്രധാനമായിട്ടും അനീഷ് ഭായി ഏതൊക്കെ ബ്രീഡുകളാണ് ഈ ഫാമിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്? മെയിൻ നമ്മൾ നിർത്തിയിരിക്കുന്ന ബ്രീഡ് എന്ന് പറയുന്നത് ബീറ്റലാണ്. പിന്നെ തോത്താപ്പാരി ഉണ്ട്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറീസ് അനുസരിച്ചിട്ട് ഇപ്പോൾ സിരോഹി, അതുപോലെ തന്നെ കോട്ട, കരോലി, അതുപോലെ തന്നെ പത്തീര, സോജത്ത്, ഇത്തരം ബ്രീഡുകൾ നമ്മൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ബ്രീഡ് എൻക്വയറി ബീറ്റിൽ തന്നെയാണ്. ബീറ്റിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കളർ വെറൈറ്റിയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മെയിനായിട്ട് നമ്മൾ ബ്ലാക്കാണ് നിർത്തിയിട്ടുള്ളത്. പിന്നെ ആവശ്യക്കാർ ഇപ്പോൾ ഷേര കളറിന് ആവശ്യക്കാരുണ്ട്, വൈറ്റിന് ആവശ്യക്കാരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആടുകളെ കൊണ്ടുവന്നിട്ട് ക്വാറന്റൈൻ കഴിഞ്ഞ് അവരിലേക്ക് കർഷകരിലേക്ക് എത്തി. അപ്പം നമ്മുടെ ആട് വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ആട് വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു സംശയം കാണും. ഇത് പർച്ചേസിങ് രീതി ഒക്കെ എങ്ങനെയാണ്? പർച്ചേസിങ് നമ്മൾ ഡയറക്റ്റ് പോയി നേരിട്ട് കണ്ട്, ഇപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും അവരുടേതായിട്ടുള്ള കുറേ ആഗ്രഹങ്ങളുണ്ടാകും. അവർക്ക് കൊമ്പ് ഇങ്ങനെയായിരിക്കണം, കണ്ണ് ഇങ്ങനെയായിരിക്കണം, ചെവിക്ക് നീളം ഇത്രയും വേണം, വാലിൻ്റെ നീളം വേണം. ബീറ്റിൽ എന്ന് പറയുമ്പോൾ പല രീതിക്കും ആളുകൾ ഇതിനെ നോക്കി കാണുന്നുണ്ട്. നല്ല ആടുകൾ ഉണ്ടായാൽ മാത്രമാണ് അതിൽ നിന്ന് നല്ല കുട്ടികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ചില ആളുകൾ ഹൈറ്റിൽ ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിന് ഇത്ര ഹൈറ്റ് വേണം, ഇത്ര ലെങ്ത്ത് വേണം എന്നൊക്കെ പറയുമ്പോൾ എന്താണോ അവരുടെ ആഗ്രഹം അതിനനുസരിച്ചിട്ട് നമ്മൾ നേരിട്ട് പോയി ആടിനെ കണ്ട് പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഈ കർഷകരുടെയൊക്കെ ആവശ്യങ്ങൾ ഒരു പരിധിവരെയൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് പോകുന്നത് കൊണ്ട്, ഇപ്പോൾ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും പല സ്ഥലങ്ങളിലുള്ള എവിടെയൊക്കെ ആടുകളെ കിട്ടും എന്നറിയാം. പക്ഷെ ടൈം എടുക്കും. ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പഞ്ചാബിൻ്റെ രീതി വെച്ച് നോക്കുമ്പോൾ പഴയ പോലെ അല്ല, റേറ്റ് വളരെ കൂടി നിൽക്കുന്ന സമയമാണ്. നല്ല ക്വാളിറ്റി ആടുകൾക്ക് അവിടെ തന്നെ അത്യാവശ്യം നല്ല വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ നേരിട്ട് പോകുന്നത് കൊണ്ട് ടൈം എടുത്തായാലും നമ്മൾ അവരുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കും. അപ്പോൾ ഈ ആട് വളർന്ന കർഷകർക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഞാൻ അനീഷിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് നാളത്തെ പ്രവൃത്തി പരിചയമുണ്ട് ആട് വളർത്തലുമായിട്ട്. അപ്പോൾ നമ്മൾ പലരും പേടിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ആട് കൊണ്ടുവരുന്ന രീതി. ഇപ്പം ലോഡ് കണക്കിന് ആട് കൊണ്ടുവന്നിട്ട് അന്നേരം തന്നെ സെയിൽ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PPR ഗോഡ് പോക്സ് ഒക്കെ വന്നിട്ട് ആടുകൾ ഒരുപാട് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെ കവർ ചെയ്യാനായിട്ട് എന്ത് മാർഗ്ഗമാണ് ഈ ഒരു ഫാം അവലംബിക്കുന്നത്? മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ആരോഗ്യമുള്ള ആടിനെ സെലക്ട് ചെയ്യുക. അസുഖം വരിക എന്ന് പറയുന്നത് ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഏത് സമയത്തും ആടിന് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അസുഖം വരും. അതിപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് വാങ്ങിയാൽ തന്നെ വേറെ കൂട്ടിലേക്ക് പോകുമ്പോൾ അതിന് സ്ട്രെസ് വന്ന അസുഖം വരാൻ സാധ്യത കൂടുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 2000-3000 കിലോമീറ്ററിൽ ഇത്രയും ഒരു ലോങ് യാത്രയിൽ നമുക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആടുകളെ കളക്ട് ചെയ്യുന്ന രീതി, അവർക്ക് അസുഖമില്ലെന്ന് ഉറപ്പ് വരുത്തണം. അത് പർച്ചേസ് കഴിഞ്ഞാലും നമ്മളതിന് വാക്സിൻ കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിന് ഒരു മിക്ക അസുഖങ്ങൾക്കും ഇത്തരം ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് ആടുകൾക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് നമ്മൾ ആടിനെ ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് കർഷകരിലേക്ക് കൊടുക്കുക. അപ്പോൾ പല ആളുകളും ചെയ്തു വരുന്നത് പറഞ്ഞാൽ ലോഡ് കൊണ്ടുവന്ന് ഉടനെ തന്നെ കർഷകരിലേക്ക് കൊടുക്കും. അത് അവിടെ കൊണ്ടുപോയി അവർ ഒരുപാട് ബുദ്ധിമുട്ടും. ഇതെന്താ അസുഖമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പല കർഷകർക്കും അറിയേണ്ടാവില്ല. അത് പുതിയതായിട്ടുള്ള കർഷകരാണ് ഇത്തരം ഒരു പ്രശ്നങ്ങളിൽ കൂടുതൽ അഭിമുഖീകരിക്കുന്നത്. അവർക്കായിരിക്കും ഈ ആടിന് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലായിട്ട് വരുന്നത്. നിലവിൽ ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കർഷകർക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവും. അവർക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താ അസുഖം എന്ന് മനസ്സിലാക്കാനും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഭേദപ്പെടുത്താനും പറ്റും. പക്ഷേ പുതിയ കർഷകർ അവരൊരുപാട് കഷ്ടപ്പെടും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് നല്ലൊരു ഫെസിലിറ്റി ഉണ്ട്, നമുക്ക് ക്വാറന്റൈൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, നല്ല കാലാവസ്ഥ കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ട് നല്ല ആടുകളെ കൊണ്ടുവരിക, ക്വാറന്റൈൻ ചെയ്യുക, നല്ല കർഷകരിലേക്ക് എത്തിക്കുക. ശരിക്കും പറയാം ഇവിടെ നല്ല ഒരു ഭൂപ്രകൃതിയാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിന് വളരെ കുളിർമ തോന്നുന്നുണ്ട്. ഈ എന്തുകൊണ്ടും ആട് ഫാമിന് പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സ്റ്റെഫിൻ ഫാം വെച്ചിരിക്കുന്നത്. അതായത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്തി അതിനുശേഷമാണ് ഇവിടെ ഒരു ഫാം കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബ്രീഡുകളാണ് ഇപ്പോൾ ഈ നിലവിൽ ഈ ഫാമിലുള്ളത്? നിലവിൽ മെയിനായിട്ട് ബീറ്റിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ തോത്താപ്പാരി ഉണ്ട്, സോജത്ത് ഉണ്ട്, പിന്നെ നാഗ്ഫണി ഒരു എൻക്വയറി ഉണ്ടായിരുന്നു, അതിനോട് കൊണ്ടുവന്നു. അതിൻ്റെ ഒരു മേൽക്കുട്ടി നമ്മളിപ്പോൾ കീപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത്തരം ബ്രീഡുകളാണ് ഉള്ളത്. പിന്നെ എൻക്വയറീസ് അനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ ഒരു ഗുലാബി ഒരു മെയിൽ നിൽക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു നോർത്തിലെ പാർട്ടി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെരുന്നാളുടെ ടൈം ആകുമ്പോൾ മിക്കവാറും അവനെ നോർത്തിലേക്ക് തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലും കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്തും തമിഴ്നാട്ടിലേക്ക് ഫോക്കസ് ചെയ്തും ഒക്കെ വരത്തക്ക രീതിയിലുള്ള സ്ഥലത്താണ് ഈ ഫാം ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ എൻക്വയറീസ് തമിഴ്നാട്ടിൽ നിന്നും വരും. തമിഴ്നാട്ടിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ മുമ്പൊന്നും ബീറ്റിൽ അങ്ങനെ അധികമായിട്ട് സെയിലിംഗ് ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കേരളത്തേക്ക് കൂടുതൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലേക്കാണ്. അവിടെ അത്യാവശ്യം നല്ല എൻക്വയറീസ് വരുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നു. അനീഷ, ഇപ്പം നമ്മുടെ മീറ്റ് പർപ്പസിനുള്ള ആടുകൾക്ക് എൻക്വയറി കൂടുതൽ വരുന്നു കാണുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെയുള്ളൊരു ബാച്ച് ആടുകളെ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ ഒരു 2.5 ഏക്കർ ലാൻഡ് നമ്മളിപ്പോൾ ഒരു വേറൊരു ഷെഡ് നിർമ്മിച്ചിട്ട് കട്ടിംഗ് കോഡ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ബോർഡർ സൈഡ് ആയതുകൊണ്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നല്ല രീതിയിൽ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 330 രൂപ മുതൽ പെണ്ണാടുകളും 450, 460 അത് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന റേറ്റ് കയറുക. ചിലപ്പോൾ 440 വരാം, ചിലപ്പോൾ 430 വരാം. അതുപോലെ തന്നെ 320 മുതൽ 350 റേറ്റ് വരെ പെണ്ണാടുകൾ. എത്ര ബൾക്ക് വേണേലും കൊടുക്കാൻ പറ്റും, എത്ര ഓർഡർ അനുസരിച്ച് എല്ലാം നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ആണ്. അപ്പോൾ ആ ഒരു സെഷൻ വേറെയും ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ടിംഗ് പർപ്പസിന്റെ ഒരു വേറൊരു സെഷൻ അവർ ഇത് പല ഇപ്പോൾ കല്യാണ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഹോട്ടൽ സപ്ലൈ അങ്ങനെ പല തരത്തിലുള്ള ഓർഡറുകൾ വരുന്നുണ്ട്. നമ്മളത് ചെയ്യുന്നുണ്ട്. എത്ര ആട് വേണമെങ്കിലും ഇപ്പോൾ കേരളത്തിന്റെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ഡെലിവറി സംവിധാനം ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അനീഷ, അതേപോലെ ഏതൊക്കെ പ്രായത്തിലുള്ള ആടുകളെയാണ് ഈ കട്ടിംഗ് പർപ്പസിനായിട്ട് കൊടുക്കുന്നത്? രാജീവ്, നമുക്ക് കൂടുതലും ഇവിടെ എൻക്വയറി വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15 കിലോ മുതൽ 30 കിലോ ഉള്ളിൽ തൂക്കമുള്ളതാണ്. നമ്മൾ മാക്സിമം ഒരു ഫോക്കസ് ചെയ്യുന്ന 20 to 30 കിലോ ആ റേഞ്ചിൽ വരുന്നത്. അപ്പോൾ ഈ 15-20 കിലോ ഉള്ളതിനാണ് റേറ്റ് കൂടുതൽ വരുന്നത്. മന്തിക്ക് ആവശ്യമായിട്ടുള്ള മന്തിക്ക് ആവശ്യം മാത്രമല്ല, ഇപ്പോൾ പുറത്തേക്ക് എക്സ്പോർട്ട് ക്വാളിറ്റി പോകുന്നതും ഇത്തരത്തിലുള്ള വെയിറ്റ് നല്ല തൂക്കം നല്ല പിടുത്തമുള്ള ആടുകളുണ്ടല്ലോ, അതിനെപ്പോഴും ഒരു മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ആ ആടുകളാണ് നമ്മളിപ്പോൾ 450, 460 കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ വെയിറ്റ് വരുന്ന മുട്ടൻ കുട്ടികളാണെങ്കിൽ ഏകദേശം നമ്മളിപ്പോൾ 430, 440 കൊടുക്കും. അത് മാർക്കറ്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ടോ, അത് കയറിയും പോകാം ഇറങ്ങിയും പോകാം. പെണ്ണാടുകൾ ഏകദേശം ഒരു 320, 330 ആ റേഞ്ചിൽ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ബൾക്കായിട്ടുള്ള ഓർഡർ വരികയാണെങ്കിൽ നമ്മൾ അതിൽ നിന്നും താഴ്ത്തി കൊടുക്കും. പിന്നെ ഓൾ കേരള എവിടെ വേണമെങ്കിലും നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ ഫ്രീ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. രാജീവ്, ഇത് നമ്മുടെ ബീറ്റലിൻ്റെ സ്റ്റോക്കിലുള്ളതാണ്. ഇവരൊക്കെയാണ് നമ്മുടെ ഫാമിൻ്റെ കെയർ ടേക്കേഴ്സ്. ഇവരൊക്കെയാണ് മെയിനായിട്ട് ആടുകളെ നോക്കുന്നത്. ഇത് ബ്ലാക്ക് ഫീമെയിലാണ്. ഹെവി സൈസ് ആയില്ലേ? ഹെവി സൈസാണ്, ഹെവി ബോൺ സൈസാണ്. ഏകദേശം ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്നതാണ്. ഇപ്പോൾ പാലൊക്കെ കിട്ടുന്നതാണ്, നല്ല രീതിയിൽ പാല് കിട്ടുന്ന ആടുകളാണ്. പിന്നെ ഇത് നമ്മുടെ ഓൾഡ് സ്റ്റോക്കിലുള്ളതാട്ടോ. ഇത് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. കണ്ടോ, ഉള്ള വായിൽ പല്ല് വരെ ഇല്ല. നമുക്ക് കൊടുക്കാതെ ഇങ്ങനെ നിർത്തിയേക്കുക. കണ്ടോ, ഉള്ള സൈസ് നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം 40 പുറത്ത് ഹൈറ്റ് ഉണ്ട് ആട്. ഫീമെയിൽ ബിഗ് ബോൺ സൈസാണ്. ഏകദേശം നല്ല അടിപൊളി കുട്ടികളെ കിട്ടുന്ന ആടാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും കൊടുക്കാത്തത്. ഇത് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്ന ടൈപ്പാണ് വൈറ്റ് ബീറ്റിൽ. നല്ല ക്വാളിറ്റിയാണ്, നല്ല ഹെഡ് ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഫീമെയിലാണ്. ഇത് നാസി കളർ. ഈ കളർ വെറൈറ്റി നമ്മുടെ നാട്ടിൽ മുമ്പ് ഒരു ടൈപ്പ് ട്രെൻഡായിരുന്നു. ഇപ്പോൾ വീണ്ടും ആവശ്യക്കാർ ചോദിക്കുന്നുണ്ട് ഇത്ര ആടുകൾ. ഇത് നമ്മുടെ പാരസ്റ്റോക്കിലുള്ളതാണ്. ഡബ്ബ ഫീമെയിൽ റെഡ് ഐസ് ആണ്. ബീറ്റിൽ പലർക്കും തർക്കമുള്ളതാണ്. ഇതിൻ്റെ കണ്ണ് വൈറ്റ് ഐസ് മാത്രമേ ഉള്ളൂ, റെഡ് ഐസ് ഉണ്ടോ. ബീറ്റിൽ 4 ടൈപ്പ് കളർ വരുന്നുണ്ട്. ഒന്ന് ഫുൾ ബ്ലാക്ക് ആയിട്ട് വരുന്നത്, വെള്ളി കളർ വരുന്നത്. പിന്നെ റെഡ് ഐസ് ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ ടൈപ്പ് വരുന്നുണ്ട്, ഗോൾഡൻ ഡോട്ടായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് പെൻസിൽ മാർക്കായിട്ട് വരുന്നത്. ഇപ്പം ഈ ഒരു കണ്ണ് നോക്കിയാൽ മനസ്സിലാവും, കുറച്ചും കൂടി ഇതിനേക്കാൾ കുറച്ചും കൂടി പെൻസിൽ മാർക്കായിട്ട് വരും. ഇതാണ് വെള്ളിക്കണ്ണ് പൊതുവെ പറയുന്നത്. ഇതിൻ്റെ റെഡ് ഐ ആണത്. യെല്ലോ ആയി വരുന്നുണ്ട് ബീറ്റലിൽ. പിന്നെ കാണുമ്പോൾ ചെവിക്കും മടക്കുള്ളൂ, പക്ഷെ നല്ല അടിപൊളി ചെവിയാനുണ്ട്. നല്ല ഇയർ ലെങ്ത് ഉണ്ട്, വീതിയുണ്ട്. 2 പല്ലാട്ടോ, കന്നിയാണ്. 2 പല്ല് പ്രായമായിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി പേരന്റ് സ്റ്റോക്കിലുണ്ടല്ലേ? ഈ കാണിച്ചതൊക്കെ ആവശ്യപ്പെട്ടു വന്നാലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ആവശ്യപ്പെട്ടു വന്നു കഴിഞ്ഞാൽ കൊടുക്കും. എന്നാലും നമുക്കൊരു അനുഭവം ഉണ്ട്. ചോദിച്ചിട്ട് കൊടുക്കാതിരുന്ന പ്രശ്നമാണ് അത്. ആരും വന്ന് ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കും. തമിഴ്നാട്ടിൽ നമ്മൾ ഇതിലും സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ്. ഷേര, കാലിശ്ശേരി ഉണ്ടായിരുന്നു, ലാൽശ്ശേരി ഉണ്ടായിരുന്നു. ഷേര വെറൈറ്റീസ് ഒക്കെ തമിഴ്നാട്ടിൽ കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. അപ്പോൾ ചോദിച്ചു വന്ന് കൊടുക്കാതിരുന്ന പ്രശ്നമായി. അങ്ങനെ പിന്നെ വരുമ്പോൾ കസ്റ്റമർ ആര് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ കൊടുക്കും. അവരുടെ മെയിൻ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും കിട്ടുമല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് തന്നുകൂടാ. ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്തായാലും നമ്മൾ കൊടുത്തു പോകും. നമ്മുടെ തൊത്തപ്പാരി പാരന്റ് സ്റ്റോക്കാണ്. എക്സ്ട്രീം ക്വാളിറ്റി ഡബിൾ പഞ്ച് ഫേസ് വരുന്ന ആടുകളാണ് ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇത് ഒരു കന്നി ഡെലിവറി കേട്ടോ. 3 പല്ല് പ്രായമായിട്ടുള്ളൂ. അതായത് 4ാമത്തെ പല്ല് വീണ് തുടങ്ങണുള്ളൂ. കണ്ടോ, 4ാമത്തെ പല്ല് വീണ് തുടങ്ങണുള്ളൂ. 2 കുട്ടികളാണ്, ഒരു മെയിൽക്കുട്ടി, ഫീമെയിൽ കുട്ടി. ടൈഗർ പ്രിന്റ് തന്നെ.
ഇതൊരു വെറൈറ്റി ആണ് നോക്കിയത്. നിങ്ങളുടെ ഭാഷ പറയുന്നത് ട്രിപ്പിൾ പഞ്ച് ഹെഡിൻ്റെ കേട്ടോ. ഇതെല്ലാം വരുന്നത് പീലിയിലോട്ട് ടൈപ്പ് വരുന്നത്. നമ്മളവിടെ കൂടുതലായിട്ടും ടൈഗർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ഏകദേശം ഒരു 12,000 രൂപ മുതൽ 35,000 രൂപ വരെ വിലയിലാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ. ഈ തോത്താപ്പരി എന്ന് പറയുന്നത് അതായത് 12,000 രൂപ. ഫീമെയിലും ഉണ്ടോ? മെയിലുണ്ട് ഫീമെയിലുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ വലിയ ആടുകളുണ്ട്, ചെനാടുകളുണ്ട്. ചെനാടുകളുടെ റേറ്റ് ആണ് പറഞ്ഞ ഏകദേശം വരുമ്പോൾ 35,000 രൂപ റേറ്റ് വരുന്നത്. അത് ഏകദേശം രണ്ടാമത്തെ ഡെലിവറിക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ആളുകളുള്ളത്. അപ്പോൾ ഈ റേറ്റ് അറിയാൻ പലർക്കും താല്പര്യം ഉണ്ടാവും. തോത്താപ്പരി എത്ര മുതൽ എത്ര വരെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്? 12,000 രൂപ മുതൽ 35,000 രൂപ വരെ. അതിൽ തള്ളയും കുട്ടികളുള്ളതുകൊണ്ട് ഡെലിവറിക്ക് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് പിന്നെ ചെനാടുകളുണ്ട്, കുട്ടികളുണ്ട്. ഈ ടൈപ്പ് ആടിനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് 35,000, ഏകദേശം ഒരു 60 കിലോ അടുത്ത് ബോഡി വെയിറ്റ്, 55 ഹെവി സൈസ് ആടുകളാണ്. ചനയും കൂടെ ഉള്ളതാന്ന് തോന്നുന്നു. കൺഫേം ചനയുള്ളതൊക്കെ ഏകദേശം 35,000 രൂപ വരും അല്ലേ? അതെ. അപ്പോൾ ഈ ബീറ്റിലോ? ബീറ്റിൽ അതുപോലെ തന്നെ 10 രൂപ മുതൽ വീട്ടിൽ മുകളിലേക്ക് റേറ്റ് വരുന്നുണ്ട്. ഏകദേശം 35,000 വരെ വരുന്നത്. 35 മുകളിലേക്ക് ഉള്ളതുണ്ട്. അത് ക്വാളിറ്റി അനുസരിച്ച് 10 രൂപ മുതൽ നമ്മുടെ സ്റ്റാർട്ട് ഉണ്ട്. കുട്ടികൾ മുതൽ വലിയ ആടുകൾ വരെ മുകളിലേക്ക് അതിന് റേറ്റ് വരുന്നത്. എല്ലാ ബ്ലഡ് ലൈനുള്ള കുട്ടിയാടോ. പഞ്ചാബിൽ തന്നെ ടോപ്പ് ഒരു കർഷകനുണ്ട്, താജ് എന്ന് പറഞ്ഞിട്ട്. അവന്റെ ബാരൻ സ്റ്റോക്കിലുള്ള അതിന്റെ കുട്ടിയാണത്. ഇത് ലോഹ കളർ എന്ന് പറയും. ബീറ്റൽ ലോഹ കളർ. ഇവൻ പ്രായമായിട്ടുണ്ട്? ഇവൻ പാൽപ്പല്ലേ 7 മാസം കഴിഞ്ഞ് 8ാമത്തെ മാസം. ഇത് ഈ ലോഹ കളർ വെറൈറ്റി മനസ്സിലായി. ഇത് നമ്മുടെ ഇരുമ്പിന്റെ കളർ, ലോഹം കളർ, അതാണ് ലോഹ. ഇതെല്ലാം കൊടുക്കാനുള്ളതാണ്. ഇത് നല്ല രീതിയിൽ ബ്രീഡിംഗ് പെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പാരസ്റ്റോക്കിൽ നിർത്താൻ പറ്റിയ പേര്. നല്ല അടിപൊളി എടുത്തിട്ടുള്ളത്. ഇവന്റെ ഫാദർ ചാമ്പ്യനാ പഞ്ചാബില. നമുക്കിതെല്ലാം കൊടുക്കാനുള്ള കുട്ടികളാട്ടോ. ഏകദേശം 2.5 മാസം മുതൽ 2 പല്ല് പ്രായമുള്ള കുട്ടികളുള്ളത്. 10,000 രൂപ മുതൽ മുകളിലേക്ക് റേറ്റ് വരുന്നുണ്ട്. 13,500, 15,500, 20, 22, 25, 30 റേറ്റ് വരെ ഉണ്ട്. ക്വാളിറ്റി ഡിപ്പെൻസ്. ബ്ലഡ് ലൈനുള്ള ബീറ്റൽ കുട്ടികളുണ്ട്. കുട്ടികൾ കുറെ ഉണ്ടല്ലേ? കുട്ടികളുണ്ട്. പിന്നെ സോജത്ത് നമുക്ക് ജോഡി 2 ഫീമെയിൽ നല്ല ഗുലാബി കളർ, പിങ്ക് കളർ സ്കിൻ വരുന്നുണ്ട്. പിന്നെ നാഗ്പണി കുട്ടിയുണ്ട്. ഇത് നാഗ്പണിയുടെ മെയിലാണത്. ഇത് നല്ല ക്വാളിറ്റി പഞ്ചി കാര്യങ്ങളെല്ലാം വരുന്ന. ഇവരുടെ ചെവിയാണ് മെയിൻ ഹൈലൈറ്റ്. പണം നിൽക്കുന്ന സർപ്പത്തിന്റെ പോലെ ഇരിക്കും ഇവരുടെ ചെവി എന്ന് പറയുന്നത്. നാഗ്പണി മെയിലുണ്ട്. ഇത് അധികം ബ്രീഡിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നവർക്ക് കൊള്ളാം. നല്ല രീതിയിൽ ക്രോസ് ബ്രീഡ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് തോത്താപ്പരി പാൽപ്പല്ല് കുട്ടികളുണ്ട്. മെയിലുണ്ട് ഫീമെയിലുണ്ട്. നല്ല ക്വാളിറ്റി ഹെഡ് കാര്യങ്ങളായിട്ട് ഡബിൾ പഞ്ച് ഫേസ് വരുന്ന കുട്ടികളുണ്ട്. മുട്ടക്കുട്ടികളുണ്ട്. ബീറ്റലിന്റെ മുട്ടക്കുട്ടികളുണ്ട്. അതുപോലെ തന്നെ രാജുഭായി സോജത്തിന്റെ കുട്ടികളാണ്. ഇത് പാൽപ്പല്ല് കുട്ടികൾ ഏകദേശം ഒരു 7 മാസം 8 മാസത്തിനുള്ളിൽ അവരുടെ പ്രായം വരുന്നത്. ഇത് ഗുലാബി ടൈപ്പാണ്. വൈറ്റ് ഐസ് വരുന്നതാണ്. ഇതിന് നല്ല മാർക്കറ്റ് വിലയുള്ളതാണ്. നമ്മളിപ്പോൾ ഇത് ജോഡി കൊടുക്കുന്നത് 40 രൂപ. 2 ഫീമെയിലാണ്. സോജത്ത് ഒരു കുട്ടി. ഒന്ന് കൊമ്പുള്ളത്, ഒന്ന് കൊമ്പില്ല. ഒന്ന് മുണ്ടിയും ഒന്ന് കൊമ്പുള്ളത്. രണ്ടും വൈറ്റ് ഐസ് ആണ്. പിങ്ക് സ്കിന്നാണ്. കൊമ്പും കുളമ്പൊക്കെ മാർബിൾ കളർ വരുന്നതാണ്. ഇത് നമ്മുടെ ഫാമിന്റെ സ്റ്റെപ്പിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആണത്. ഗുലാബി മുട്ടൻ. നിങ്ങൾക്കറിയാമല്ലോ, നോർത്തിൽ നല്ല ഡിമാൻഡുള്ള ടൈപ്പാണിത്. ഫുൾ ഗുലാബി, പിങ്ക് സ്കിൻ വരുന്ന മാർബിൾ കളർ, കൊമ്പ് കുളമ്പ് വരുന്ന ആടുകൾ. ഏകദേശം 90+ ബോഡി വെയിറ്റ് ഉണ്ട് കേട്ടോ. ആട് 90 കിലോ മുകളിലുണ്ട്. 90 കിലോ മുകളിലുണ്ട്. നല്ല രീതിയിൽ ബോഡി വെയിറ്റ് കയറ്റാം. നമ്മളിപ്പോൾ ഒരു ബ്രീഡർ എന്നുള്ള രീതിയിലുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് അതിനെ. പിന്നെ ബോൺ സൈസ് കണ്ടോ, ഡബിൾ ബോൺ സൈസാണ്. ആൾക്ക് ചെറിയ അഗ്രഷൻ ഉണ്ട്. നോർത്തിലേക്ക് അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര മാർക്കറ്റാണ്. ഭയങ്കര ഹൈറ്റ് ഉണ്ടല്ലേ? നല്ല ഹൈറ്റും ഉണ്ട്, ലെങ്ത്തും ഉണ്ട്, നല്ല ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏകദേശം ഒരു പാർട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോർത്തിലൊരു പാർട്ടിയായിട്ട്, ഗുജറാത്തിൽ കൊടുക്കാനായിട്ട് അഹമ്മദാബാദ് ഒരു പാർട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പഞ്ചും അടിപ്പഞ്ചും. അതെ, അവർ ഇതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈദ് മാർക്കറ്റിന് വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ട് അവർ ഇതിൽ കൊടുക്കും. രാജുഭായ്, ഈ തോത്താപ്പാരികൾക്ക് ഭംഗി കൂടാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമുക്കിത് ഭംഗിയില്ലെങ്കിൽ കൂടി അവരുടെ നാട്ടിൽ ഇത് ഭംഗിയാണ്. ഇത് ഏകദേശം ഒരാടിന് ചെയ്യാനായിട്ട് 500 രൂപയാണ് ചാർജ്. ഈ ലെവലിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തീരെ ചെറിയ പ്രായത്തിൽ, 1 മാസം പ്രായത്തിലാകുമ്പോൾ ചെയ്യും. അത് ചെയ്യാന്ന് പറഞ്ഞാൽ ചില ആടുകൾക്ക് അത് നോക്കി അത് കട്ട് ചെയ്യാതെ വന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു
ഇപ്പോൾ ഒരു 10 ആട് 15 ആട് ഒരുമിച്ച് ഡെലിവറി ആകുമ്പോൾ കുട്ടികൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവർ ഇതുപോലെ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റിനെ വിളിക്കും, അതിന് ചെയ്യും. ഒരാടിന് 500 രൂപ അവർ ചാർജ് ഈടാക്കും. ആട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും, എന്നിട്ട് അവർ നല്ല ഭംഗിയായിട്ട് ചെയ്യും. അത് നമുക്കിതുപോലെ ഭംഗിയായിട്ട് തോന്നുന്നില്ല, നമുക്കിത് അങ്ങനെ കാണാത്തത് കൊണ്ടാണ്. രാജസ്ഥാൻ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ആടുകളുടെയും ചെവി അവർ കട്ട് ചെയ്യും. നല്ല പാരന്റ് സ്റ്റോക്കിൽ നിർത്തുന്ന നല്ല ക്വാളിറ്റിയുള്ള ആടുകളുടെ ചെവി അവർ കട്ട് ചെയ്യും. അത് സിരോഹി ആയിക്കോട്ടെ, ജക്രാൻ ആയിക്കോട്ടെ, മറ്റേത് ബ്രീഡ് ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു സോജത്തിൻ്റെ മാത്രമേ അവർ കട്ട് ചെയ്യാത്തുള്ളൂ. ബാക്കി ഒട്ടുമിക്ക ബ്രീഡിൻ്റെ, അതായത് കോട്ട കരോളി അടക്കം അവർ കട്ട് ചെയ്യുന്നുണ്ട്. അനീഷ് ഭായി, പ്രധാനമായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ളവർക്കും ഈ ആട് വളർത്തുന്ന മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? ആട് എന്ന് പറയുന്നൊരു സ്ഥിര നിക്ഷേപമാണ്. നമുക്കിപ്പോൾ ഒരു വരുമാന മാർഗമാക്കിയെടുക്കേണ്ട പല മാർഗ്ഗങ്ങളുണ്ട്. ഇതിൻ്റെ പാല് വിൽക്കാം, ഇതിൻ്റെ കുട്ടികൾ വിൽക്കാം, ഇതിൽ നിന്നുണ്ടാകുന്ന മാന്യൂർ, യൂറിൻ സെപ്പറേറ്റ് ആക്കി വിറ്റ് കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും. പിന്നെ പുതിയതായിട്ട് വരുന്നവർക്ക് പറയാനുള്ളത്, അവരവരുടെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. ഒരാളുടെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഉപദേശം കിട്ടിയിട്ടോ നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളുടെ ലോക്കലുള്ള കർഷകരുടെ അടുത്ത് ചോദിക്കാം, അവിടെ ഏത് ബ്രീഡ് ആടുകളാണ് കൂടുതലായിട്ട് ചിലവാകുന്നത്, ഇറച്ചിയാണ് പർപ്പസാണോ അല്ലെങ്കിൽ പാലിൻ്റെ പർപ്പസാണോ, അല്ലെങ്കിൽ ചില ടൈപ്പിൽ നമുക്ക് ക്രോസ് ബ്രീഡ് ആടുകളിൽ തന്നെ നല്ല പ്യൂർ ബ്രീഡ് മുട്ട വെച്ച് മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ ഈ ടൈപ്പ് ആടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അത്യാവശ്യം വില നിലവാരം കാര്യങ്ങൾ വരുന്നതാണ്. അതിന് സെപ്പറേറ്റ് ഒരു മാർക്കറ്റ് തന്നെയുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക. നല്ല സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. 1-2 ആടുകളെ വാങ്ങി വളർത്തിയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് നോക്കാം. പലപ്പോഴും പലതരത്തിലുള്ള അസുഖങ്ങൾ കാര്യങ്ങളെല്ലാം അതിന് വരും. അപ്പം മനുഷ്യന് വരുന്നത് പോലെ തന്നെ പല അസുഖങ്ങളും ആടുകൾക്കുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിച്ച് പഠിച്ചാലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉപദേശം തേടിയാലോ നമുക്കത് കിട്ടില്ല. ബാക്കിയെല്ലാം നമുക്ക് വരുന്നത് നമ്മുടെ പേഴ്സണായിട്ട് വരുന്ന എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു സംരംഭമാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ യുവാക്കൾക്കായാലും ഏതൊരു ആൾക്കാർക്കായാലും വീട്ടമ്മമാർക്കായാലും, മുമ്പ് വീട്ടമ്മമാർ നല്ല രീതിയിൽ ചെയ്തിരുന്നതാണ്, ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഇതൊരു സൈഡ് ബിസിനസ് ആക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഒരു വലിയൊരു ഫാം അടിസ്ഥാനത്തിൽ, വ്യവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാരൻസ് സ്റ്റോക്ക് നല്ല രീതിയിൽ ഒരു 50 മുതൽ 100 ആടുകൾ വേണം. നല്ലൊരു ഞങ്ങളെപ്പോലെ ടീം വർക്ക് വേണം. ഞങ്ങൾ നല്ല ടീം വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ടീം വർക്കായിട്ട് ചെയ്യേണ്ടി വരും. ഈ 4 പേരും കൂടെ ഒരേ മനസ്സോടുകൂടി, ഒരേ മനസ്സ് ഒരേ ശരീരം പോലെ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലേബർ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരേ ലെവലിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അത്രയും നമ്മൾ മെന്റലി അറ്റാച്ച്ഡ് ആണ്. ജോലിക്കാരുപരി നിങ്ങളുടെ ഒരു എഫക്റ്റോട് ഉണ്ട്. അതെ അതെ അതെ, നമുക്കിതെല്ലാം മാനേജ് ചെയ്ത് പോകുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ കൂടെ നിന്ന് തന്നെ നമ്മളെല്ലാം ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്നത്. അപ്പോൾ വലിയൊരു സ്റ്റോക്കിലൊക്കെ പോകുമ്പോൾ അങ്ങനെ നോക്കേണ്ടി വരും. മറ്റുള്ള നമുക്ക് ഒരു സൈഡ് ബിസിനസ് ആയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റും. കുറഞ്ഞ രീതിയിൽ പുല്ല് വളർത്തൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ലോക്കലിൽ പല സ്ഥലങ്ങളിലും പല ആളുകളും പ്ലാവും കാര്യങ്ങളൊക്കെ വെട്ടി എടുക്കുമ്പോൾ നമുക്ക് ലോക്കൽ ഇൻഫർമേഷൻ കിട്ടും, അങ്ങനെ പോയി എടുക്കും. അങ്ങനെ പലരും കളക്ട് ചെയ്തിട്ട് വളർത്തും. അപ്പോൾ ഇവിടെ ഏതെല്ലാം ഇലവർഗ്ഗങ്ങളാണ്? ഇവിടെ സൂപ്പർ നേപ്പിയർ ഉണ്ട്, അതുപോലെ തന്നെ മൾബറി നമ്മൾ ചെയ്യുന്നുണ്ട്, അഗത്തി ചെയ്യുന്നുണ്ട്, വേലി മസാല ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ വേനൽ കടുക്കുന്നതോറും കുറച്ച് വെള്ളത്തിൻ്റെ ക്ഷാമം വരും. പക്ഷെ അത് നമ്മളത് ഓവർകം ചെയ്യും. അതിൽ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ തമിഴ്നാട്ടിൽ കടലക്കൊടി വരുന്നുണ്ട്. സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു രീതിയിലുള്ള ഫുഡിൻ്റെ ആവശ്യകത വരുന്നില്ല. കൈത്തീറ്റ മാത്രം മതിയാവും. ഒരു ഇതുകൊണ്ട് കയറി കഴിയുമ്പോൾ നല്ല രീതിയിലൊരു ഫുഡാകും അവർക്ക്. ഇപ്പോൾ യുവാക്കളായിട്ടുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു മേഖലയും കൂടെ. യുവാക്കളൊക്കെ ഈ കാർഷിക മേഖലയിലേക്ക് വരണമല്ലോ. അതെ അതെ, നമ്മൾ വാട്സപ്പിൽ ഇരുന്ന് കുത്തിയിരുന്നിട്ട് കാര്യമില്ല, ഇറങ്ങി പണിയെടുക്കണം, എന്നാലേ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതെ അതെ, വാട്സപ്പ് ഗ്രൂപ്പ് പല രീതിയിൽ ഉപകാരപ്പെടും. കാരണം പല തരത്തിലുള്ള കർഷകരുടെ എക്സ്പീരിയൻസ് വരും. നമ്മൾ അതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നടപടിയാവില്ല. നമ്മൾ പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. മറ്റൊരു രീതിയിൽ അറിവുകൾ സമ്പാദിക്കാനും പലതരത്തിലുള്ള കർഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ചെയ്യാനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരുപാട് ഉപകാരമാണ്. കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് വരാം. അതെ തന്നെ. അപ്പോൾ ഈ ആടുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇപ്പം വന്ന് വാങ്ങാൻ താല്പര്യം പറ്റാത്തവർക്ക്, അപ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്. നമുക്ക് ഓൾ കേരള ഡെലിവറി സംവിധാനമുണ്ട്. ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് നമ്മളുടെ വണ്ടിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ സഹജീവി അതുപോലെ തന്നെ ഡെമോറ പോലുള്ള വണ്ടികളുണ്ട്, പെറ്റ് ട്രാൻസ്പോർട്ട്, മല്ലനും മാധവനും, അങ്ങനെ പെറ്റ് ട്രാൻസ്പോർട്ട് വരും. നമുക്ക് ഇവിടെ 35 കിലോമീറ്റർ പോകണം, ചന്ദ്രനഗർ വരെ പോകണം. എന്നിരുന്നാലും നമ്മൾ പലതരത്തിലുള്ള ഡെലിവറി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ പല സ്ഥലങ്ങളിലേക്കുള്ള ആടുകൾ കയറ്റി വിട്ടിട്ടുള്ളൂ. അപ്പോൾ അത് അവരുടെ ബോഡി വെയിറ്റ് കാര്യങ്ങളനുസരിച്ചിട്ട് അവരൊരു റേറ്റ്, ചിലപ്പോൾ 700, ചിലപ്പോൾ 1000, ചിലപ്പോൾ 1500 വരെ ഒരു റേറ്റ് വരുന്നത്. നമുക്ക് ഹൈവേകളിലോ അല്ലെങ്കിൽ വണ്ടി റൂട്ട് സൗകര്യമുള്ള ഏത് സ്ഥലത്ത് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും. അപ്പോൾ വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ബോഡി വെയിറ്റ് കാര്യങ്ങൾ എടുക്കണമെങ്കിൽ അതിനുള്ള തെളിവ് എല്ലാം വെച്ചിട്ട് നമ്മൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന തരത്തിൽ ചെയ്ത് കൊടുക്കാം. അത് അങ്ങനെ എടുക്കാം. ഈഷ് ഭായി, നമുക്ക് എണ്ണത്തിൽ കൂടുതൽ ആടുകളെയൊക്കെ വളർത്തുമ്പോൾ ഏതെല്ലാം ലൈസൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്? പലർക്കും ഇത് അറിയാനൊരു താല്പര്യമുണ്ട്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മളുടെ എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ഫാമാണ്, ആനിമൽ ഹസ്ബൻഡറി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫാമാണ്. നമുക്ക് പിന്നെ ഇതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ്, ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ട്, ഉദയം രജിസ്ട്രേഷൻ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. 2.5 ഏക്കർ ഓൺ പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ വേറെ 2.5 ഏക്കർ നമുക്ക് ലീസ് ഉണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ള ഈ പുല്ല് കാര്യങ്ങളെല്ലാം വേറെ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ലീസ് അഗ്രിമെൻ്റ് അതിനുള്ളതുണ്ട്.
മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാം ആനിമൽ ഹസ്ബൻഡറി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫാമാണ്, രജിസ്റ്റേർഡ് ഫാമാണ്, ഉദയം രജിസ്ട്രേഷൻ സെപ്പറേറ്റ് ഉണ്ട്, കറണ്ട് അക്കൗണ്ടുള്ള ഫാമാണ്. അനീഷ് ഭായി, നമ്മുടെ കേരളത്തിൽ വ്യാവസായിക ആട് വളർത്തൽ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മട്ടൻ്റെ ആവശ്യക്കാർ ഒരുപാട് ഉണ്ട് താനും. അപ്പോൾ ആട് കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മട്ടൻ്റെ ആവശ്യത്തിനായിട്ടുള്ള ആടുകളെ കൊടുക്കാനായിട്ട് സാധിക്കുമല്ലോ. ഇറച്ചി ആവശ്യത്തിന് ഏറ്റവും കൂടുതൽ ആടുകൾ വരുന്നത് രാജസ്ഥാൻ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആടുകൾ എക്സ്പോർട്ട് പോകുന്നതും രാജസ്ഥാനിൽ നിന്നാണ്. ആ മീറ്റിന് വേൾഡ് വൈഡ് നല്ല മാർക്കറ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നതും രാജസ്ഥാൻ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. നമ്മൾ കൊണ്ടുവരുന്നത് ഏകദേശം 15 കിലോ മുതൽ 30 കിലോ ഉള്ളിൽ വരുന്ന മുട്ടൻകുട്ടികളും പെൺകുട്ടികളും നമ്മൾ സെപ്പറേറ്റ് കൊണ്ടുവരുന്നുണ്ട്. വലിയ ആടുകളെ എൻക്വയറി അനുസരിച്ചാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ റേറ്റ് വരുന്നത് 320 മുതൽ 340 വരെയാണ് പെണ്ണാടുകളുടെ, വലിയ പെണ്ണാടുകളുടെ റേറ്റ് വരുന്നത് പെർ കെ ജി. വരുമ്പോൾ കുട്ടികളുടെ വരുമ്പോൾ 420 മുതൽ 450 റേറ്റ്. അത് മാർക്കറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഏറ്റവും ഇറക്കിയ വ്യത്യാസം ഉണ്ടാവും. മുട്ടനാടുകൾക്ക് റേറ്റ് വ്യത്യാസമുണ്ടോ? മുട്ടനാടുകൾ നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ 10 ആട് കൊടുക്കുകയാണെങ്കിൽ 6 മുട്ടൻ 4 പെട അങ്ങനെ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിലും നല്ല രീതിയിൽ എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മൾ വീക്കിലി നമുക്കൊരു 3 വണ്ടി വരുന്നുണ്ട്. അതിൽ വലിയ ലോഡ് വരുന്നത് ഒരു തവണയും ചെറിയ വണ്ടികൾ 2 തവണ വരുന്നത്. അതിൽ ഏകദേശം ഒരു 70 മുതൽ 80 പീസ് നമുക്ക് വരും നമ്മളുടെ ആ വലുപ്പത്തിനനുസരിച്ചിട്ട്. പെണ്ണാടുകൾ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ വണ്ടി വരും. അതിൽ ഏകദേശം ഒരു 250ഓളം ആടുകൾ നമുക്ക് വരുന്നുണ്ട്. മൊത്തത്തിൽ നമ്മളുടെ എൻക്വയറി അനുസരിച്ചാണ് കൂടുതൽ നമ്മൾ കൊണ്ടുവരുന്നത്. കൂടുതലും ആവശ്യക്കാരുള്ളത് ഇപ്പോൾ ഇറച്ചിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ പാൽപ്പല്ല് കുട്ടികൾക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കി കാണുന്നതും ഇപ്പോൾ ഈ മട്ടൺ സ്റ്റാളുകളിലേക്ക് ആളുകൾ നോക്കുന്നത് ആ ഒരു ക്വാളിറ്റിയാണ്. പിന്നെ അതല്ല, നമുക്ക് വലിയ ആടുകളെ വേണം എന്ന് പറയണമെങ്കിൽ അതനുസരിച്ച് കൊടുക്കും. ഇപ്പോൾ ഫാറ്റനിങ്ങിനൊക്കെ ഈദ് പർപ്പസിന് വേണ്ടി വളർത്തുന്നവരുണ്ട്, ഇറച്ചി കയറ്റി കൊടുക്കാൻ ഇതിന് വളർത്തുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇതിനെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാവശ്യപ്പെട്ടാലും നമുക്ക് ലോഡ് കണക്കിന് കൊടുക്കാം, എത്ര വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് എൻക്വയറി അനുസരിച്ച് നമ്മൾ കൊണ്ടുവരും, അതനുസരിച്ച് കൊടുക്കാൻ പറ്റും. പാലക്കാടൻ ഗ്രാമഭംഗിയിൽ 4 പേര് ഒരേപോലെ ഒരേ മനസ്സായിട്ട് നിന്നിട്ടാണ് ഈ ഫാം വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിലെ ഷമീം, അനീഷ്, സതീഷ്, ഷിജു, ഇങ്ങനെ 4 പേര് ചേർന്നിട്ടാണ് ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ വലിയൊരു ഫാമായി മാറട്ടെ. കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കൂടി നമ്മൾ പങ്കുവെക്കുന്നുണ്ട്, കാണാൻ മറക്കരുത്. ആട് വളർത്തലിനെ കുറിച്ചുള്ള നിരവധി അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട്. കാരണം ഈ ഒരു വർഷങ്ങളായിട്ട് ഈ ആടിന് പുറകെ തന്നെയാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോകളും കാണാൻ മറക്കരുത്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറെ ഗുണം ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പങ്കുവെക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.